നമസ്കാരം. PSC പൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സുമാണ്. 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു 6ാമത്തെ ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? എന്നാണ് 1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എങ്കിൽ ലക്ഷ്യപ്രമേയം പാസ്സാക്കിയതെന്നാ അത് 1947 ജൂലൈ മാസം 22-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് 1946 ഡിസംബർ 13-നും ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ ഇത് പാസ്സാക്കിയത് 1947 ജൂലൈ 22-ാം തീയതിയാണ് അല്ലേ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചവരാണ്? അത് BN റാവു ആണ് അല്ലേ. BN റാവു അല്ലെങ്കിൽ ബെനഗൽ നരസിംഹ റാവു അല്ലേ. BN റാവു ആണ് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇത് BN റാവു ആണ്. ആമുഖം എവിടെ നിന്നാണ് കടമെടുത്തത്? നമുക്കറിയാം, USA അല്ലേ, അമേരിക്കയിൽ നിന്നാണ് ആമുഖം കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാണ്? അത് 1949 നവംബർ മാസം 26 നവംബർ 26. ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1946 നവംബർ 26. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനാ ദിനമാണ് നവംബർ 26 അല്ലേ. ഭരണഘടനാ ദിനമാണ് നവംബർ 26. ഓക്കെ, ആമുഖത്തിൽ ഒരേ ഒരു തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അത് ഏത് ഭേദഗതിയാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം ഭേദഗതിയാണ് അല്ലേ. 42-ാം ഭേദഗതി ഏത് വർഷമാണ്? 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം ഭേദഗതി. അതിൽ മാത്രമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഈ 42-ാം ഭേദഗതിയിലൂടെയാണ്. ഈ ഭേദഗതി നിലവിൽ വന്ന എന്നാണ്? അത് 1977 ജനുവരി മാസം 3-ാം തീയതിയാണ് ഈ ആമുഖത്തിൻ്റെ 42-ാം ഭേദഗതി നിലവിൽ വന്നത്. 42-ാം ഭേദഗതി ചെയ്ത് 1976 നിലവിൽ വന്നത്. 1977 ജനുവരി 3-നാണ് നിലവിൽ വന്നത്. ഓക്കെ, ഈ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളുണ്ട്. അത് ഏതൊക്കെ വാക്കുകളാണ്? ഒന്ന് സോഷ്യലിസമാണ് അല്ലേ. സോഷ്യലിസം അഥവാ സ്ഥിതി സമത്വം. പിന്നെ സെക്യുലാറിസം അഥവാ മതേതരത്വം അല്ലേ. മതേതരത്വം. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളത് മാറ്റിയിട്ട് ഐക്യവും അഖണ്ഡതയും എന്നാക്കിയിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നുള്ളത് മാറ്റിയിട്ട് ഐക്യവും അഖണ്ഡതയും ആക്കിയിട്ട് ഇൻ്റഗ്രിറ്റി എന്നുള്ളൊരു വേർഡും കൂടെ എന്താണ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യം ആലോചിക്കുക. പിന്നെ 42-ാം ഭേദഗതി വരുമ്പോൾ ആരായിരുന്നു പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും? പ്രസിഡന്റ് നമുക്കറിയാം, ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലേ. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഏത് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നത്. 42-ാം ഭേദഗതിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സ്കൂൾ അസംബ്ലിയിലൊക്കെ ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ് അല്ലേ. കേരളമാണ് സ്കൂൾ അസംബ്ലിയിലൊക്കെ എന്താണ് ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആമുഖമായിട്ട് ബന്ധപ്പെട്ട് 2 കേസുകളുണ്ടല്ലോ. ഒന്ന് നമുക്കറിയാം, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ ഒരു കേസുണ്ട്. അതാണ് ബെറുബാരി കേസ് അല്ലേ. ബെറുബാരി കേസാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത്. ബെറുബാരി കേസാണ്. അത് 1960-ലാണ്. എന്നാൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഏത് കേസാണ്? അത് കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേശവാനന്ദ ഭാരതി കേസാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം, റിപ്പബ്ലിക്കാണ് അല്ലേ. റിപ്പബ്ലിക് എന്ന പേരിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ എവിടെ നിന്ന് കടമെടുത്തത്? അത് ഫ്രാൻസിൽ നിന്നാണ് അല്ലേ. റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് മാത്രമല്ല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഒക്കെ എവിടെ നിന്നാണ് കടമെടുത്തത്? അത് ഫ്രാൻസിൽ നിന്നാണ് അല്ലേ. ഓക്കെ, ഇനി ഇതിനകത്തൂടെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോഷ്യലിസ്റ്റ് എന്താണ്? സോഷ്യലിസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സ്ഥിതി സമത്വം. അതായത് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുന്നൊരു സാമൂഹിക വ്യവസ്ഥയാണ് സോഷ്യലിസം. അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. നമുക്ക് ഒരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ച ഒരു കോൺഗ്രസ് സമ്മേളനമുണ്ട്. അത് ഏത് സമ്മേളനമായിരുന്നു? അത് 1955 ആവടി സമ്മേളനമാണ് അല്ലേ. ആവടി സമ്മേളനമാണ്. ഏതാണ്? നമുക്ക് ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായിട്ടൊരു നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം അല്ലേ. ആവടി സമ്മേളനം. ഈ ആവടി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? അത് UN ദേബറാണ് അല്ലേ. UN ദേബറായിരുന്നു ഈ ആവടി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡെമോക്രാറ്റിക് എന്നല്ലേ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം അല്ലേ. ജനാധിപത്യത്തിൽ എന്താ പ്രത്യേകത? അവിടെ പരമാധികാരികൾ എന്ന് പറയുന്നത് ജനങ്ങളായിരിക്കും അല്ലേ. ജനങ്ങളായിരിക്കും പരമാധികാരികൾ. ഓക്കെ, നമ്മുടെ ഈ ആമുഖത്തിൽ ജനാധിപത്യം എന്ന് കൊടുത്തിട്ടുള്ളത് അത് രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, അത് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അത് BR അംബേദ്കറാണ് അല്ലേ. BR അംബേദ്കറാണ്.
ഓക്കെ, അംബേദ്കർ എന്താണ് പറഞ്ഞത്? അതായത് നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ജനാധിപത്യം എന്നുള്ള വാക്കുകൊണ്ട് അത് രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, അത് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് BR അംബേദ്കർ അല്ലേ. ഓക്കെ, BR അംബേദ്കർ. ഇനി ഇവിടെ നമ്മൾ ഫെഡറൽ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫെഡറൽ സംവിധാനം ഇവിടെ നമ്മൾ കടമെടുത്തത് അത് കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം കടമെടുത്തത് ഫെഡറൽ സംവിധാനം മാത്രമായിരുന്നു അല്ല, അവശിഷ്ടാധികാരം അല്ലെങ്കിൽ റെസിഡറി പവർ, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതൊക്കെ കടമെടുത്തത് എവിടെയാണ്? കാനഡയിൽ നിന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്ത് നോക്കുക. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലെ DPSPയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഈ DPSP അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്തുള്ളത്? നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 4ാമത്തെ ഭാഗത്തിലാണ് അല്ലേ. 4ാമത്തെ ഭാഗത്തിലാണ്. ഇത് എവിടെ നിന്നാണ് കടം കൊണ്ടത്? അത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനോട് സാദൃശ്യമുള്ള ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും നിർദ്ദേശകത്വങ്ങളാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് സാദൃശ്യമുള്ള ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നിർദ്ദേശകത്വങ്ങളാണ് അല്ലേ. ഓക്കെ, നിർദ്ദേശകത്വം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് രാജ്യം? അത് സ്പെയിനാണ്. നിർദ്ദേശകത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യമാണ് സ്പെയിൻ അല്ലേ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർദ്ദേശകത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? അത് അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. എത്ര മുതൽ എത്ര വരെ ആർട്ടിക്കിളാണ് നിർദ്ദേശകത്വങ്ങളെക്കുറിച്ച് പറയുന്നത്? അത് 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് നിർദ്ദേശകത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, 51A എന്താ? 51A ആണ് മൗലിക കടമകൾ അല്ലേ. മൗലിക കടമകൾ 51Aയിലാണ് പറയുന്നത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? അത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? അത് പൗരത്വത്തിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. പൗരത്വത്തിനെക്കുറിച്ചാണ്. 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? അത് യൂണിയനും ഭൂപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളുകൾ പറയുന്നത് യൂണിയനും ഭൂപ്രദേശങ്ങളെക്കുറിച്ചാണ്. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചും. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നത് ഏതാണ്? അത് നിർദ്ദേശകത്വങ്ങളെക്കുറിച്ചും. 51A ആണെങ്കിൽ അത് മൗലിക കടമകളെക്കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയ്ക്ക് ശുപാർശ ചെയ്തൊരു കമ്മിറ്റി ഉണ്ട്. അത് ഏത് കമ്മിറ്റിയാണ്? അത് സാപ്രൂ കമ്മിറ്റിയാണ് അല്ലേ. സാപ്രൂ കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? ഭരണഘടനയ്ക്ക് ഈ നിർദ്ദേശകത്വങ്ങൾ ആശയം ശുപാർശ ചെയ്തത് സാപ്രൂ കമ്മിറ്റിയാണ്. വേറൊരു കമ്മീഷനുണ്ടല്ലോ, സൊറൻസിംഗ് കമ്മിറ്റി. സൊറൻസിംഗ് കമ്മിറ്റി എന്താ നിർദ്ദേശിച്ചത്? അത് മൗലിക കടമകൾ നിർദ്ദേശിച്ചത് സൊറൻസിംഗ് കമ്മിറ്റിയും നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയ്ക്ക് ശുപാർശ ചെയ്തത് സാപ്രൂ കമ്മിറ്റിയാണ്. ഓക്കെ, നിർദ്ദേശകത്വങ്ങൾ ജസ്റ്റിസബിൾ ആണോ? അല്ല, നോൺ ജസ്റ്റിസബിൾ ആണ് അല്ലേ. നോൺ ജസ്റ്റിസബിൾ ആണ്, ന്യായവാദാർഹമല്ല നിർദ്ദേശകത്വങ്ങൾ. പക്ഷേ മൗലികാവകാശം എന്താണ്? ന്യായവാദാർഹമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നല്ല പറഞ്ഞേ. അപ്പോൾ ഈ നിർദ്ദേശകത്വങ്ങൾ നമുക്ക് 3ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. എങ്ങനെയാണ്? ഒന്ന് ഗാന്ധിയൻ എന്നും, പിന്നെ സോഷ്യലിസ്റ്റ്, പിന്നെ ലിബറൽ, അങ്ങനെ 3ആയിട്ട് തിരിക്കാം. ഇതിൽ ഈ ഗാന്ധിയൻ ആശയങ്ങൾ പറയുന്ന നിർദ്ദേശകത്വങ്ങളിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ഗാന്ധിയൻ ആശയങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ഉണ്ട്. 40 എന്തായിരുന്നു? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അല്ലേ. അത് എന്താ ഗാന്ധിയൻ ആശയങ്ങളാണ്. പിന്നെ 43B ഇതെന്തിനെക്കുറിച്ച് പറയുന്നത്? കുടിൽ വ്യവസായത്തെക്കുറിച്ച് പറയുന്നു അല്ലേ. പിന്നെ 46 ഉണ്ട്. 47 എന്താണ്? 47 മദ്യനിരോധനം അല്ലേ. 47 മദ്യനിരോധനം. 48 ഗോവധ നിരോധനം. ഇതൊക്കെ ഗാന്ധിയൻ ആശയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളാണ്. ഏതൊക്കെയാണ്? അത് 40 ഗ്രാമപഞ്ചായത്ത്, പിന്നെ 43B കുടിൽ വ്യവസായത്തെക്കുറിച്ച് പറയുന്നു. 46 ഉണ്ട്. പിന്നെ 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം. ഇതൊക്കെ ഗാന്ധിയൻ ആശയങ്ങളെക്കുറിച്ച് പറയുന്ന നിർദ്ദേശകത്വങ്ങളുടെ ആർട്ടിക്കിളുകളാണ്. പിന്നെ നമുക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ 38 ഉണ്ട്, 39 ഉണ്ട്, 39A ഉണ്ട്, അതുപോലെ 41, 42, 43, 43A, 47. ഇതൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് പറയുന്ന നിർദ്ദേശകത്വങ്ങളുടെ ആർട്ടിക്കിളുകളാണ്. ഇനി ലിബറൽ ആശയങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ലിബറൽ ആശയങ്ങളെക്കുറിച്ച് പറയുന്ന 44, 45, 48, 48A, അതുപോലെ 49, 50, 51. ഇതൊക്കെ ലിബറൽ ആശയങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകളാണ്. ഓക്കെ, അങ്ങനെ 3 ആയിട്ട് നിർദ്ദേശകത്വങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പറയാനുള്ളത് ഈ ഭാഗം 4
ഭാഗം 4 നിർദ്ദേശങ്ങൾ പറയുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 4 പറയാത്ത കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് ഭരണഘടനയിൽ. അത് ഏതൊക്കെ ആർട്ടിക്കിളാണ്? ഒന്ന് 335. എന്താണ് 335 പറയുന്നത്? ആർട്ടിക്കിൾ 335 പറയുന്നത് പട്ടിക ഗോത്രവർഗ്ഗക്കാരുടെ ഈ സർവീസുകളിലേക്കും ജോലിയിലേക്കൊക്കെയുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് 335 പറയുന്നത്. എന്താണ് പറയുന്നത്? പട്ടിക ഗോത്രവർഗ്ഗക്കാരുടെ സർവീസുകളിലേക്കും പിന്നെ ജോലിയിലേക്കൊക്കെയുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 335. പിന്നെ അടുത്തത് 350 ഉണ്ടല്ലേ, 350A. 350A എന്താ പറയുന്നത്? അത് കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലാവണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 350A. ഏതാണ്? കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 350A എന്ന് പറയുന്നത്. പിന്നെ 351 ഉണ്ട് അല്ലേ. 351 എന്താ പറയുന്നത്? അത് ഹിന്ദി ഭാഷയുടെ പ്രചാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 351. ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അത്രയുമാണ് അതിനെക്കുറിച്ച് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയേണ്ടത് അടുത്ത ക്വസ്റ്റ്യനകത്ത് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മൗലികാവകാശങ്ങൾ എന്നാണ് ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് മൗലികാവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക സമർപ്പിച്ച ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അത് നെഹ്റു കമ്മിറ്റിയാണ്. 1928 മോത്തിലാൽ നെഹ്റു ചെയർമാനായ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക സമർപ്പിച്ചത്. ഓക്കെ, മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അമേരിക്കയിൽ നിന്നാണ് അല്ലേ. അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? ശില്പി പട്ടേലാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. മൗലികാവകാശങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ജസ്റ്റിസബിൾ ആണ് അല്ലേ, ന്യായവാദാർഹമാണ്. ഓക്കെ, എന്നാൽ മൗലികാവകാശങ്ങൾ പരിപൂർണമാണോ? അല്ല, മൗലികാവകാശങ്ങൾ പരിപൂർണമല്ല. പിന്നെ മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കിയത് സമ്മേളനത്തിലാണ്. അത് 1931 കറാച്ചി സമ്മേളനം അല്ലേ. കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശത്തിൻ്റെ പ്രമേയം പാസ്സാക്കിയത്. ഈ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അത് പട്ടേലാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ് കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്. ഓക്കെ, മൗലികാവകാശ പ്രഖ്യാപനമാണ് ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് സമ്മേളനമുണ്ട്. അത് ഏത് സമ്മേളനമായിരുന്നു? അത് 1927 മദ്രാസ് സമ്മേളനമാണ്. എന്താ പറഞ്ഞത്? മൗലികാവകാശ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് MA അൻസാരിയാണ് അല്ലേ. MA അൻസാരിയായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ഒന്നുകൂടെ പറയാം, മൗലികാവകാശ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ MA അൻസാരിയായിരുന്നു കേട്ടോ. MA അൻസാരിയായിരുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തുക. പിന്നെ നമുക്ക് അറിയാവുന്ന 2-3 ഫാക്റ്റുകളുണ്ട്. ഒന്ന്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നവരാണ്? അത് സുപ്രീം കോർട്ടാണ് അല്ലേ. സുപ്രീം കോർട്ടാണ് മൗലികാവകാശ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. സുപ്രീം കോർട്ടാണ്. പിന്നെ മൗലികാവകാശം നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. നമ്മൾ സ്വത്തവകാശം നീക്കം ചെയ്തു അല്ലേ. ഓക്കെ, സ്വത്തവകാശം നീക്കം ചെയ്തത് എത്രാം ഭേദഗതിയാണ്? 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നീക്കം ചെയ്തത്. 44ാം ഭേദഗതി ഏത് വർഷമാണ്? 1978 അല്ലേ. അന്ന് ആരായിരുന്നു പ്രസിഡന്റും പ്രധാനമന്ത്രി ആരായിരുന്നു? നമുക്ക് അന്നേരം നീലം സഞ്ജീവ് റെഡ്ഡിയും അതുപോലെ മൊറാർജി ദേശായി ആയിരുന്നു അല്ലേ. മൊറാർജി ദേശായി ആയിരുന്നു 44ാം ഭേദഗതി സമയത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തുക. പിന്നെ ഈ 44ാം ഭേദഗതി നിലവിൽ വന്നത് 1978 അത് 1979 കേട്ടോ. ആർട്ടിക്കിൾ ഏതായിരുന്നു? സ്വത്തവകാശത്തിൻ്റെ ആർട്ടിക്കിൾ ഏതാ? അത് നിലവിലിപ്പം 300A സ്വത്തവകാശം ഉള്ളത്. മുൻപ് എവിടെയായിരുന്നു? മുമ്പ് 31 സ്വത്തവകാശം ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടോ? ഭാഗം 3 അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളൂടെ നോക്കാം. 1ാമത്തെ ഭാഗം എന്താ പറയുന്നത്? യൂണിയൻ ആൻഡ് ടെറിട്ടറി അല്ലേ. യൂണിയൻ ആൻഡ് ടെറിട്ടറി അതാണ് 1ാമത്തെ ഭാഗത്തിൽ പറയുന്നത്. 2ാമത്തെ എന്താണ്? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെക്കുറിച്ചാണ് 2ാമത്തെ ഭാഗം പറയുന്നത്. നമുക്ക് 3 അറിയാം മൗലികാവകാശങ്ങൾ. 4 എന്തായിരുന്നു? 4 നിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ. 4ാമത്തെ ഭാഗം പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. 5 എന്താണ്? 5 യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. 5 യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചും. 6 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 6 സ്റ്റേറ്റ് യൂണിയൻ ലിസ്റ്റ് അല്ല, യൂണിയനെ കുറിച്ചാണ് 5 പറയുന്നത്. 6 സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ 8 എന്താണ് പറയുന്നത്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് അല്ലേ. കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചാണ് ഭാഗം 8 പറയുന്നത്. ഭാഗം 9 എന്താ പറയുന്നത്? ഭാഗം 9 പഞ്ചായത്തുകളെക്കുറിച്ചും 9A മുനിസിപ്പാലിറ്റികളെക്കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ 9B എന്താ പറയുന്നത്? 9B കോപ്പറേറ്റീവ് സൊസൈറ്റികളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഒന്നുകൂടെ പറയാം. ഭാഗം 1 യൂണിയനും ടെറിട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 2 എന്താണ്? പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗം 3 നമുക്കറിയാം മൗലികാവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 4 എന്താ? നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് പറയുന്നു. ഭാഗം 5 യൂണിയനെ കുറിച്ച് പറയുന്നു, യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നു. 6 സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നു. 8 എന്താ?
കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നു. 9 പഞ്ചായത്തുകളെക്കുറിച്ച് പറയുന്നു. 9A മുനിസിപ്പാലിറ്റികളെക്കുറിച്ച് പറയുന്നു. 9B കോപ്പറേറ്റീവ് സൊസൈറ്റികളെക്കുറിച്ച് പറയുന്നു. പിന്നെ 10 എന്താ പറയുന്നത്? 10 പട്ടിക ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് പറയുന്നു അല്ലേ? 10 പട്ടിക ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി 15 എന്താ പറയുന്നത്? 15 തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഇലക്ഷനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് 15. ഓക്കെ, 15 ഇലക്ഷനെ കുറിച്ച് പറയുന്നു. 17 എന്താ പറയുന്നത്? 17 ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയെക്കുറിച്ചാണ് 17 പറയുന്നത്. അതുപോലെ 18 എന്താ പറയുന്നത്? 18 പറയുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അല്ലേ? അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഭാഗമാണ് 18. ഓക്കെ, 20 എന്താ പറയുന്നത്? 20 പറയുന്നത് ഭേദഗതിയെക്കുറിച്ച് അല്ലേ? ഭേദഗതിയെ കുറിച്ചാണ് 20 പറയുന്നത് കേട്ടോ. ഞാൻ ഇതുവരെയുള്ള ഭാഗങ്ങൾ ഒറ്റവട്ടോടെ പറയാം, നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഭാഗം 1 യൂണിയനും ടെറിട്ടറിയും, ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നു, ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നു, ഭാഗം 4 നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പറയുന്നു, ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ചും, 5 യൂണിയൻ ഗവൺമെൻറ്റിനെക്കുറിച്ചും, 6 സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെക്കുറിച്ചും, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചും, 9 പഞ്ചായത്തിനെക്കുറിച്ചും, 9A എന്താണ് മുനിസിപ്പാലിറ്റിനെക്കുറിച്ചും, 9B എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റിനെക്കുറിച്ചും, 10 പട്ടിക ഗോത്രവർഗ്ഗ പ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നു, 15 എന്താ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇലക്ഷനെക്കുറിച്ച് പറയുന്നുണ്ട്. 17 എന്താ പറയുന്നത്? ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നു. 18 അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. 20 ഭേദഗതികളെക്കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 21A കൂട്ടിച്ചേർത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? 21A വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 21A എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം അവരുടെ മൗലികാവകാശമാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 6 മുതൽ 21A പറയുന്നത്. അത് എത്രാമത്തെ ഭേദഗതിയായിരുന്നു? 86ാമത്തെ ഭേദഗതിയായിരുന്നു അല്ലേ? 86ാം ഭേദഗതിയാണ്. ഈ ഭേദഗതി ഏത് വർഷമായിരുന്നു? 2002 ഈ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തത് 86ാം ഭേദഗതിയിലൂടെയാണ്. അത് 2002 ഈ 86ാം ഭേദഗതി വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് അല്ലേ? വാജ്പേയി ആണ് പ്രധാനമന്ത്രി. പിന്നെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആയിരുന്നു. ഓക്കെ, 86ാം ഭേദഗതി വരുമ്പോൾ പ്രധാനമന്ത്രി AB വാജ്പേയിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആയിരുന്നു. ഈ 86ാം ഭേദഗതി വഴി മാറ്റം വരുത്തിയ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 86ാം ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ നമ്മളൊന്ന് 45 നിർദ്ദേശത്വങ്ങളിൽ 45ാമത്തെ ആർട്ടിക്കിളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 51A K കൂട്ടിച്ചേർത്തു അല്ലേ? അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പറയുന്ന ഒരു 51A ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. 21A കൂട്ടിച്ചേർത്തത് നമുക്കറിയാം. 21A കൂട്ടിച്ചേർത്തത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് അല്ലേ ഇത് ഭേദഗതി വരുത്തിയത്. എന്നായിരുന്നു വിദ്യാഭ്യാസ അവകാശ ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയത്? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയെന്നായിരുന്നു? അത് 2009 ഓഗസ്റ്റ് 26 അല്ലേ? 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. എന്നാണ് 2009 ഓഗസ്റ്റ് 26. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട് PSC. അത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. എന്നാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ 2009 ഓഗസ്റ്റ് 26, നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഓക്കെ, ഈ പ്രധാനപ്പെട്ട വേറെ ഏത് ഭേദഗതി നമ്മൾ ഓർത്തുകൊണ്ടത്? 44 നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, 42 പറഞ്ഞാണ്. 52 എന്തായിരുന്നു? 52 എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം അല്ലേ? കൂറുമാറ്റ നിരോധന നിയമം ആണ് 52ാമത്തെ ഭേദഗതി. 61ാമത്തെ ഭേദഗതി എന്താണ്? 61ാം ഭേദഗതി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത് 61ാം ഭേദഗതിയിലൂടെയാണ് അല്ലേ? ഓക്കെ, അവസാനം നടന്ന ഭേദഗതി ഏതാണ്? അത് നാരീശക്തി വന്ദൻ അധിനിയവുമായിട്ട് ബന്ധപ്പെട്ട് 106ാമത്തെ ഭേദഗതിയാണ് അല്ലേ? ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ